Today's topic is hyperbole. Hyperbole is a poetic device or a figure of speech composed of a striking exaggeration. അതായത് ഒരു കാര്യത്തെ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പോയം ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഹി സേസ്, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഇപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗാർഡനിലിരുന്ന് സൗണ്ട്സ് ഓഫ് നേച്ചർ എൻജോയ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് നേച്ചർ പോയിട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നു, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നാണ്. 1,000 ശബ്ദങ്ങളൊക്കെ ഒന്നിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യതയില്ല. പക്ഷെ എന്നാൽ നമുക്ക് ആ ഒരു അത്രയും ശബ്ദങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്ന് കേൾക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പർബലി. ആൻഡ് ഇൻ ദ പ്ലേ ജൂലിയസ് സീസർ വി ഹാവ് ഗോൺ ത്രൂ ദ സ്പീച്ച് മെയ്ഡ് ബൈ മാർക്ക് ആൻ്റണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനകത്ത് പറയുന്നൊരു കാര്യമാണ്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അതായത് എൻ്റെ ഹൃദയം ഇപ്പോൾ ആ കോഫിനകത്ത്, ആ ശവപ്പെട്ടിക്കകത്താണ് സീസറിൻ്റെ ഒപ്പം. അത് തിരിച്ചു വന്നാലേ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഞാൻ ഇമോഷണലാണ്. ഒരല്പം അധികം അല്ലേ പറയുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പർബലി. പിന്നെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളും പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ നമ്മളോടും അമ്മമാരൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ പറയരുത്, നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞതാണ്, ഐ ഹാവ് ടോൾഡ് യു 1,000 ടൈംസ്. ഇല്ലേ? ചിലപ്പോൾ 4-5 തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിനെ ഒന്നും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, അമ്മേ ഹൈപ്പർബലിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ ആലോചിക്കും, എന്തോ ഇവനീ പറയുന്നത്. ആ സമയത്ത് നമുക്ക് പതുക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മുങ്ങാം കേട്ടോ. ഓക്കെ, ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ് hyperbole and you try to find out more and more examples and keep learning. Thank you.